ജാവേദ് ജാവേദ് എന്ന വ്യക്തിയിലേക്കാണ്. അദ്ദേഹം കുവൈറ്റിലെ ഒരു മലയാളി നഴ്സാണ്. ഇത്തരത്തിൽ പരിക്കു പറ്റിയവരൊക്കെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത്. ജാവേദ്, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഈ പരിക്ക് പറ്റിയവരുടെ ഒരു നിലയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഏറെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ എത്ര പേരുണ്ട്? അതിൽ എത്ര മലയാളികളുണ്ട്? നമുക്കറിയാൻ സാധിച്ചത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ 2 പേര് മാത്രമേ വെന്റിലേറ്ററിലുള്ളൂ. 3 പേര് വെന്റിലേറ്ററുണ്ട്. അതിൽ ഒരാളുടെ നില ഓക്കെയാണ്. 2 പേർക്കും വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ല. അവരും അപകട നിലയൊക്കെ തരണം ചെയ്തിട്ടാണുള്ളത്. പിന്നെ ബാക്കി ഹോസ്പിറ്റലൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ ബിൽഡിങ്ങിൽ നിന്ന് എടുത്തു ചാടിയ ആളുകള്, ഈ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ തീപിടുത്തം ഹലോ കേൾക്കാം കേൾക്കാം, പറഞ്ഞു. തീപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട് പരിക്കേറ്റവരിൽ, മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ പുക ശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടതാണ്. അല്ലാതെ അവർക്ക് തീപിടിച്ച ആളുകൾ വളരെ കുറവാണ്. ഒരു ബോഡി മാത്രമാണ് മുഴുവനായി കത്തി കരിഞ്ഞ അവസ്ഥയിലുണ്ടായിരുന്നത്. മറ്റൊരു ബോഡി ഭാഗികമായും കത്തി കരിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഈ പുക ശ്വസിച്ചിട്ടാണ് മരിച്ചത്. അതുപോലെ തന്നെ കാഷ്വാലിറ്റി ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ, അവർക്കൊക്കെ ഈ പുക ശ്വസിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അഡ്മിറ്റ് ആയിട്ടുള്ളവരാണുള്ളത്. അതിൽ തന്നെ 3 പേര് ജാബിർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള 3 പേരാണ് ഈ വെന്റിലേറ്ററിലുള്ളത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവരൊക്കെ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ 49 ബോഡികളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിലൊരു ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം അവരെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അതേപോലെ തന്നെ ഇതിൽ തന്നെ ഭാഗ്യമായി ഇത് പറയുകയാണെങ്കിൽ എല്ലാവരും ശ്വസിച്ചിട്ട് മാത്രമാണ്, ഈ പുക ശ്വസിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് എംബസി അധികൃതർക്ക് അവര് മരിച്ചവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എംബസി അധികൃതർ ഉടൻ തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതേപോലെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഒരു ബോഡി മാത്രമായി ഇന്നലെ രാത്രിക്ക്, ആക്ച്വലി അവർക്ക് 6 ബോഡിയായിരുന്നു ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ആ 6 ബോഡി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 4 ബോഡിയും, ഇന്ന് രാവിലെയോടുകൂടി 2 ബോഡിയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഫിംഗർ പ്രിന്റ് അധികൃതരുടെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. അവര് എംബസി അധികൃതർക്ക് ബോഡി കൈമാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇവിടെ പൂർത്തീകരിക്കാനുള്ളത്. ശരി, ജാവേദ്, നമ്മളോട് പ്രതികരിച്ചതിന് നന്ദി.